എല്ലാവർക്കും യു വി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് തൃപ്പൂണിത്തുറ എരൂർ റൂട്ടിലെ ലേബർ എന്ന് പറയുന്ന ജംഗ്ഷനുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകുന്ന വഴിയാണ് അയ്യമ്പള്ളിക്കാവ് റോഡ്. ആ റോഡിൽ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കാനയ്ക്കായി റോഡിൻ്റെ ഒരു അരിക് വെട്ടിപ്പൊളിക്കുകയുണ്ടായി. ഒരു പക്ഷേ ഈ മഴക്കാലത്ത് ഈ സമയത്ത് തന്നെ അത് വെട്ടിപ്പൊളിക്കുന്നതിനോ അല്ലെങ്കിൽ അവിടെ കനാല് പണിയുന്നതിനോ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയല്ല യു വി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ആ കനാല് പണി നടക്കുമ്പോൾ അവിടെ വാഹനങ്ങൾ പ്രവേശിക്കാൻ അനുവാദം നിരോധിച്ചിരിക്കുന്നു എന്ന ബോർഡ് അവിടെ വ്യക്തമായി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ തൊട്ടടുത്ത് അപകട സാധ്യത ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അവിടെ കാല് കുത്തിയിട്ടു, അവിടെ കനാലിൻ്റെ പണി നടക്കുന്നുണ്ട്, അവർ ബോർഡും വെച്ചു, അവർ പോയി. പക്ഷെ ആ റോഡിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അയ്യമ്പള്ളിക്കാവിൻ്റെ അമ്പലം വരെ പോണ വഴിക്ക് ഒരുപാട് വീടുകളുണ്ട്, ഫ്ലാറ്റുകളുണ്ട്, അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അങ്ങനെ ഒട്ടനവധി സ്കൂൾ ബസ്സുകൾ ആ വഴിയെ സഞ്ചരിക്കുന്നുണ്ട്. ആ വഴിയെ പോകുന്ന സ്കൂൾ ബസ്സുകളെല്ലാം ഈ ബോർഡ് കണ്ടിട്ടാണ് പോകുന്നത്. പക്ഷെ ആ കനാലിൻ്റെ പറ്റേ ആ റോഡ് ഇടുങ്ങിയ വഴിയിൽ അറ്റപ്പറ്റ് ഒരു അരിക്ക് ചേർക്കാൻ പോലും ഇടമില്ലാതെ ആണ് പോകുന്നത്. മഴ വരുമ്പോഴാണെങ്കിൽ ഈ കനാൽ ഏതാ റോഡ് ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവിടെ 2 പച്ച ടാങ്കുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, നീല ടാങ്ക്. ഇത് മഴ വരുമ്പോൾ അത് വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഈ അപകടം നിറഞ്ഞ വഴിയിലൂടെ തന്നെയുള്ള ഈ കുട്ടികളെയും കൊണ്ടുള്ള യാത്ര അത് അവിടുത്തെ പൊതുജനം ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവിടെ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. നിങ്ങളുടെയൊക്കെ കുട്ടികൾ സുഗമമായ യാത്രയാണോ ചെയ്യുന്നത്? നിങ്ങൾ ഏൽപ്പിച്ചു വിടുന്ന സ്കൂൾ ബസ്സിൽ അവർ യാത്ര ചെയ്യുമ്പോൾ അവർ പോകുന്ന റൂട്ടിൽ അവർ കംഫർട്ടബിൾ ആണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ശരിയാണ്, അയ്യമ്പള്ളിക്കാവ് ജംഗ്ഷൻ വരെ ഇവിടുന്ന് ലേബറിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. പക്ഷേ ഈ 1 കിലോമീറ്റർ ദൂരത്തിൽ ഇത്തരമൊരു അവസ്ഥ ഉള്ളത് യു വി വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരു അപകടം ഉണ്ടായിട്ട് അവിടെ കുറേ ഡ്രൈവർമാരുടെ കുറ്റങ്ങളോ അല്ലെങ്കിൽ സ്കൂൾ ബസ്സുകൾ വരുന്നതോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എല്ലാ ബസ്സുകാരും സഹകരിക്കാൻ തയ്യാറായാലും മാത്രമേ ആ റൂട്ടിലേക്കുള്ള ബസ് സർവീസ് നിർത്താൻ പറ്റുള്ളൂ. ബസ് പോകുന്നുണ്ട്, ബസ് പോകുന്ന അവസ്ഥയാണ് ഈ പറയുന്നത്, ബസ് ഓടിക്കുന്നവരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അപ്പോൾ അടിയന്തരമായി ഈ വിഷയത്തിൽ ഒന്നല്ലെങ്കിൽ ആ റോഡ് ക്ലോസ് ചെയ്യുകയോ ചെറുവാഹനങ്ങൾ മാത്രം കിടത്തു വിടുകയോ, ഇല്ല എങ്കിൽ അവിടെ 2-3 ദിവസത്തിനുള്ള ആ കനാലിൻ്റെ മുകളിൽ സ്ലാബിട്ട് കാനയുടെ പണി വേഗം തീർക്കുകയോ ചെയ്യുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ രക്ഷിതാക്കൾ ഈ വിഷയത്തിൽ ഗൗരവമായി അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഇടപെടണം. നമ്മുടെ കുട്ടികളാണ്. ഒരു നിമിഷത്തെ യാത്രയുടെ ധൃതിക്ക് വേണ്ടി അവർ സുരക്ഷിതരായിട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് എല്ലാ രക്ഷകർത്താക്കളും വിലയിരുത്തേണ്ടതാണ്. ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി.